ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഓഗസ്റ്റ് 14. JPC തന്നെ അന്വേഷിക്കണം. കോർപ്പറേറ്റുകളുടെ പാദസേവകരായ BJPയുടെ ഭരണത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ എല്ലാവിധ സഹായവും ചെയ്യുമെന്നാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തലിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. അമേരിക്കൻ ആസ്ഥാനമായ സ്ഥാപനത്തിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യക്കെതിരായ ആക്രമണമെന്ന ദേശസ്നേഹ പല്ലവിയിൽ ഇതിനെ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് BJP നേതൃത്വം. കോടിക്കണക്കിന് ചെറുകിട ഇടത്തരം നിക്ഷേപകർ പങ്കാളിയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണികളിലൊന്നാണ് ഇന്ത്യയിലേത്. ഇതിനെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധബി പുരിക്കെതിരെയാണ് ഹിൻഡൻബർഗ് സ്തോഭജനകമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. തങ്ങളുടെ റിപ്പോർട്ട് തെറ്റാണെന്ന് തെളിയിക്കാമോ എന്ന വെല്ലുവിളിയും മാധബിക്കു നേരെ ഇവർ ഉയർത്തിയിട്ടുണ്ട്. ആരോപണം സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളാകെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യാവിരുദ്ധ ആക്രമണമെന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ആരോപണങ്ങളല്ല ഹിൻഡൻബർഗ് റിസർച്ച് ഓഗസ്റ്റ് 10 പുറത്തുവിട്ടത്. 1.18 ലക്ഷം കോടി രൂപയുടെ പ്രതിദിന ഇടപാടുള്ള മാർക്കറ്റാണ് ഇന്ത്യൻ ഓഹരി വിപണി. അതിനെ സുതാര്യമായും നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി നിയന്ത്രിക്കാൻ സർവാധികാരമുള്ള സെബിയുടെ തലപ്പത്തുള്ള ആളെക്കുറിച്ചാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ഗൗതം അദാനിയുടെ നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധബി പുരിക്കും അവരുടെ ഭർത്താവ് ധാവൽ ബുച്ചിനും കോടികളുടെ നിക്ഷേപമുണ്ടെന്ന വസ്തുതയാണ് പുറത്തുവിട്ടത്. ഓഹരി മൂല്യം കൃത്രിമമായി പെരുപ്പിച്ച് കാണിച്ച് അദാനി ഗ്രൂപ്പ് വൻ നേട്ടം കൊയ്യുന്നതായും അതിനായി ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ നേതൃത്വത്തിൽ മൗറീഷ്യസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 38 ഷെൽ കമ്പനികൾ വഴി ഇടപാടുകൾ നടത്തിയെന്നുമുള്ള ഗുരുതര ആരോപണമാണ് ഹിൻഡൻബർഗ് 2023 ജനുവരിയിൽ പുറത്തുവിട്ട ആദ്യ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ആരോപണത്തെക്കുറിച്ച് JPC അന്വേഷിക്കണമെന്ന ആവശ്യം അന്നും മോദി സർക്കാർ നിരസിച്ചു. വെളിപ്പെടുത്തൽ സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത് CBI. ഇവർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി. കോടതി പറഞ്ഞ 24 കാര്യങ്ങളിൽ 23-ലും അന്വേഷണം പൂർത്തിയായെന്നും 1-ൽ അന്വേഷണം അവസാന ഘട്ടത്തിലുമാണെന്നാണ് സെബി സുപ്രീം കോടതിയെ അറിയിച്ചത്. അദാനിയെ കുറ്റവിമുക്തനാക്കിയ സെബിയുടെ ചെയർപേഴ്സണിന് തന്നെ അദാനിയുടെ നിഴൽ കമ്പനികളിൽ കോടികളുടെ നിക്ഷേപമുണ്ടെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലുളവാക്കുന്നതാണ്. രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കാട്ടുകള്ളന്മാർക്ക് വേണ്ടിയാണോ രാജ്യഭരണം കൈയാളുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സെബിയുടെ ചെയർപേഴ്സണായി മാധബി പുരിയെ നിയമിച്ചതു തന്നെ അദാനിക്ക് വേണ്ടിയാണെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. 1988-ൽ രൂപീകരിച്ച സെബിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാകും. 2022 വരെ കേന്ദ്ര സർക്കാരിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് ചെയർമാൻമാരായി നിയമിച്ചത്. മലയാളിയായ M. ദാമോദരനും 2005-2008 കാലത്ത് സെബിയുടെ ചെയർമാനായിരുന്നു. എന്നാൽ ഈ രീതി മാറ്റി സർക്കാരുമായി ബന്ധമില്ലാത്ത സ്വകാര്യ കമ്പനികളിൽ മാത്രം പ്രവർത്തിച്ചു വന്ന മാധബി പുരിയെ ചെയർപേഴ്സണാക്കിയത് ആർക്കു വേണ്ടിയാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിനു മുന്നോടിയായി 2017-ൽ ഇവരെ സെബിയുടെ മുഴുവൻ സമയ ഡയറക്ടറായി BJP സർക്കാർ നിയമിച്ചു. റിസർവ് ബാങ്കിനെ പോലെ തന്നെ രാജ്യത്തെ സമ്പദ്ഘടനയിൽ നിർണായക സ്വാധീനമുള്ള സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് അദാനിയുമായി അടുത്ത ബന്ധമുള്ളയാളെ മോദി സർക്കാർ നിയമിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. പൊതുമേഖലാ ബാങ്കുകളുടെ കോടിക്കണക്കിന് രൂപ അദാനിക്ക് കൊടുക്കാൻ മോദി നേരിട്ടിടപെട്ട ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ആർക്കും ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാവില്ല. പരമോന്നത നീതിപീഠത്തെ പോലും കബളിപ്പിച്ചാണ് ഈ കുംഭകോണം അരങ്ങേറുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നതുപോലെ JPC അന്വേഷണം അനിവാര്യമാണ്. മാധബി പുരി ഒരു നിമിഷം പോലും സെബി തലപ്പത്തിരിക്കാൻ യോഗ്യയുമല്ല. വിനോദ് അദാനി നേതൃത്വം നൽകുന്ന സിംഗപ്പൂരിലെ IP+ കമ്പനിയിൽ മാധബി പുരിക്കും ഭർത്താവിനും 2015 മുതൽ നിക്ഷേപമുണ്ടായിരുന്നുവെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സെബിയിലേക്ക് വന്ന 2017-ൽ മാധബിയുടെ നിക്ഷേപം ഭർത്താവിന്റെ പേരിലാക്കിയതായും രേഖകൾ തെളിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ സെബിയുടെ ചെയർപേഴ്സണായിരിക്കാനോ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിക്കാനോ മാധബിക്ക് ധാർമ്മികമായി അവകാശമില്ല. സുപ്രീം കോടതി ഇക്കാര്യത്തിലും മുൻ വെളിപ്പെടുത്തലിലും സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിക്കുന്നതായിരിക്കും ഉചിതം.